യുവതിയുടെ മരണം കൊലപാതകം, ഭർത്താവ് അറസ്റ്റിൽ. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ ശ്യാമയുടെ മരണമാണ് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയത്. ഭർത്താവ് രാജീവ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സന്ധ്യ അവിടെ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ ഇവിടെ വരും എൻ്റെ മോളെ നോക്കാൻ, ഈ രണ്ട് കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കേ ഉള്ളു നോക്കാൻ. അന്നും കുഞ്ഞ് മൂത്തേനെ അമ്പലത്തിപ്പാനൊരിക്കൽ അവിടെ വന്ന് പോന്നാൻ മോളെന്ന് പറഞ്ഞപ്പോൾ പോന്നെന്ന് പറഞ്ഞു. കുടുംബശ്രീയുടെ രണ്ട് പരിപാടിയുണ്ട്, അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് പോയി കാണുമെന്ന്. ഞാൻ എൻ്റെ മോനെ പിന്നെ അമ്പലത്തിലോട്ട് വിളക്ക് കാണാൻ കൊണ്ടുപോയി. അവിടെ ഇരിക്കുമ്പോഴാണ് അവൾ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് നടക്കും, എനിക്ക് കാല് വയ്യാൻ നടന്നുകൊണ്ട് വന്നപ്പോഴേ എൻ്റെ കുഞ്ഞിനെ വണ്ടി കയറ്റി കൊണ്ടുപോയി. പിന്നെ നല്ല ജടം കൊണ്ടുവന്നു. ശ്യാമ അബോധാവസ്ഥയിൽ വീണ് കിടക്കുന്നത് കണ്ടെന്നാണ് രാജീവ് ആദ്യം വീട്ടുകാരോടും അയൽക്കാരോടും പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകം തെളിഞ്ഞത്. തുടർന്ന് ഇയാൾ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഭാര്യ മുറിയിൽ അബോധാവസ്ഥയിൽ വീണ് കിടക്കുന്നെന്നും ആശുപത്രിയിലെത്തിക്കാൻ വാഹനം ഏർപ്പാടാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് രാജീവ് അയൽവാസികളെയും സമീപത്തെ മണ്ണൂർക്കാവ് ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നവരെയും സമീപിച്ചത്. ഇവരെത്തിയപ്പോൾ ശ്യാമയെ കിടപ്പുമുറിയിൽ തറയിൽ കിടക്കുന്ന നിലയിലാണ് കണ്ടത്. അന്നോട്ടേ വിഷയങ്ങൾ ഒരു ദിവസം 2 ദിവസം വിഷയം, അതേ 3ൻ്റെ അന്ന് വീണ്ടും ഒത്തേർപ്പാവ് വീണ്ടും അത് വിഷയമാക്കി. അങ്ങനെ അന്ന് തൊട്ടേ അടിയിടിയും തന്നെ നടത്തുന്നത്. ഇനി അവളെ ഇപ്പം ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് എൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ പകുതിക്ക് എന്നിട്ട് തിരിച്ച് വന്നപ്പോൾ ഇവിടുന്ന് കണ്ടവർ ഞാൻ ഇവിടെ വന്ന് വിളിച്ച് മോളെ ഞാൻ വിളിച്ചപ്പോൾ ഇതിനകത്ത് അനക്കമില്ല. ഞാൻ അപ്പുറത്തെ കടയുടെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ കൂടെ ആൾക്കാർ പോയപ്പോൾ അവർ പറഞ്ഞവൻ ഗേറ്റ് തുറന്നിറങ്ങിപ്പോയെന്ന്. അന്നേരം ഞാൻ വന്ന് വിളിച്ച സമയത്ത് ഇതിനകത്തുണ്ട് ആളുണ്ട്. അന്നേരം എൻ്റെ മോളെ എന്തോ ചെയ്ത് വെച്ചേക്കുവാന്ന് എനിക്കറിയാൻ പോയി. ഞാൻ അവിടെ പ്ലേ ഗ്രൗണ്ടിൽ ചെന്നിരുന്നപ്പോൾ ഇവിടുന്ന് ആൾക്കാർ വരുന്നു, എൻ്റെ മോള് ബോധമില്ലാതെ കിടക്കുന്നെന്നും പറഞ്ഞ് ഞാൻ ഓടി ഇവിടെ വന്നപ്പോൾ ചത്ത തടി പോലെ എൻ്റെ കുഞ്ഞ് കിടക്കുന്നു. ചോദിച്ചപ്പോൾ അവൻ ആദ്യം പറഞ്ഞു അവിടെ കുടിയേറിന്നു. പിന്നെ പറഞ്ഞ് കുഞ്ഞ് മൂത്രം ഒഴിച്ച് വെള്ളം വീണ് നനഞ്ഞ് അങ്ങനെ തെന്നി വീണയാണെന്ന്. അത് പിന്നെ പറഞ്ഞ് എന്തോന്നറിയുമോ, എനിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് പല രീതിയിലും പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായി ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തെളിഞ്ഞെന്ന് തോന്നിയപ്പോൾ ഇവ കുറ്റസമ്മതം ഏറ്റെന്നും പറയുന്നു. ഉടൻ തന്നെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മരണത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. സ്ഥലത്തെത്തിയ ശാസ്താംകോട്ട പോലീസ് രാജീവിനെ കസ്റ്റഡിയിലെടുത്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള വഴക്കാകാം കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഇതേസമയം ഇയാൾ നിരന്തരം വീട്ടിൽ വഴക്ക് ഉണ്ടാക്കുമായിരുന്നെന്ന് ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടി. അവൻ എൻ്റെ കുഞ്ഞിനെ എന്തോ ചെയ്ത്, എൻ്റെ മോള് അത്യത്തില്ല. അത് 2 ദിവസം മുമ്പ് പറഞ്ഞപ്പോൾ അത് 2 മക്കളെ എനിക്ക് വളർത്തിയെടുക്കണം, അതുങ്ങളെങ്കിലും എനിക്ക് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു മോളെ കൊള്ളത്തില്ലെങ്കിൽ നീ കളഞ്ഞും വെച്ച് നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും കടകളിൽ പോയി നില്ലുവാളെ, നിനക്ക് 10,000 രൂപയെങ്കിലും കിട്ടുമല്ലോ, അതുകൊണ്ട് ജീവിക്കാൻ നിൻ്റെ സൗകര്യങ്ങളും അച്ഛനും അമ്മയും തരുന്നില്ല. വളരാത്തന്നെ വെച്ചോണ്ടിരിക്കണ്ട മോളെ. അമ്മ എന്താ ചെയ്യും, ഞാൻ എനിക്ക് ഈ വരെ കൊണ്ടെല്ലാം ലോൺ എടുപ്പിച്ച് എല്ലാ ആളുകളും എൻ്റെ അടുത്ത് കയറി വരുന്ന, ജോലിക്കും പോത്തില്ല വേലയ്ക്കും പോത്തില്ല. ഇവിടെ കയറി പറയുന്ന ഉടനെ അവളെ കയറി അടിക്കാനും ചാടാനും ചെല്ലുക. അപ്പം ഞാനിരിക്കുന്നതിൻ്റെ പേര് വലുതായിട്ടൊന്നുമില്ലാതെ ചെറിയ രീതിയിൽ അങ്ങ് മാറുക. രാത്രിയാകുമ്പോൾ വന്ന് കയറി വീണ്ടും അതേപോലെ തന്നെ. രാത്രി വന്ന ഒറ്റ ദിവസമില്ല മേളം നടത്താത്ത ദിവസവും സംസാരമില്ലാത്ത ദിവസവും. ഇവൻ ആദ്യത്തെ ദിവസം ഈ ഒരു കുഞ്ഞായ സമയത്ത് അവനെ അവളെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ചവറയെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിർത്തിയിരുന്ന് ലെറ്ററുകൾ വരെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടി അവനെ ഓടിച്ച് അവിടെ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.